നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എനിക്കൊരു വടയും കൂടി വേണം. അതിനെന്താ? മോമോ ചോദിക്ക്. ഏതായാലും പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് താങ്കളെ പോലെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത് ഭാഗ്യമായി. ഒരു വടയും കൂടെ വേണം. മോനിരുന്നോ? അവിടെ ഒരു വട കൂടെ കൊടുത്തരേ. നാട്ടിലെവിടെ? ഭഗവതിപുരത്താ. അവിടെ ദേവീക്ഷേത്രത്തിലെ ശാന്തിക്കാരനാ. അതെയോ? തിരുമേനിയെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എനിക്ക് ചെറിയൊരു സഹായം വേണമായിരുന്നു. എന്താ, പറഞ്ഞോളൂ. ഇവിടെ 2 ദിവസം നിന്ന് അമ്മയെ മനസ്സ് നിറയെ കണ്ട് തൊഴണമെന്ന ആഗ്രഹം. താമസിക്കാൻ കുറഞ്ഞ വാടകയ്ക്ക് എവിടെങ്കിലും മുറി തരപ്പെടുത്തി തന്നാൽ ഉപകാരമായിരുന്നു. അതിപ്പോ കുറഞ്ഞ വാടകയെന്ന് പറഞ്ഞ തിരുമേനി എത്രയാ ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തെ രീതികളൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ല. എന്നാലും ഒരു 100-300 രൂപയ്ക്ക്. 300 രൂപയ്ക്ക് മുറിയോ? അതൊക്കെ പണ്ടായിരുന്നു തിരുമേനി. ഇപ്പോ ഇടത്തരം ഒരു മുറി വേണമെങ്കിൽ പോലും കുറഞ്ഞൊരു 750 രൂപയെങ്കിലും കൊടുക്കണം. അതും 2 പേർക്ക് തങ്ങാൻ. ആള് കൂടുതലാണെങ്കിൽ അതിന് അഡീഷണൽ കാശ് വേറെയും കൊടുക്കണം. അയ്യോ, അത്രയും കാശാവോ? കഷ്ടായല്ലോ ഈശ്വര. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ തിരുമേനി ആലോചിക്കുന്നത്? വഴിച്ചിലവിനൊന്നും വേണ്ടത്ര കരുതാതെയാണോ പോകുന്നത്? പരിചയ സ്ഥിതിക്ക് തുറന്നങ്ങ് പറയാലോ. സാമ്പത്തികമായിട്ട് നല്ല പരിങ്ങലിലാണ് എന്റെ അവസ്ഥ. ഈ യാത്ര തന്നെ എന്റെ മോൾക്ക് വേണ്ടിയാ. അവളൊരു മാറാരോഗിയാ. എന്താ അസുഖം? ഡോക്ടർമാരെയൊന്നും കാണിച്ചില്ലേ? മരുന്നും മന്ത്രമൊക്കെ കൈയൊഴിഞ്ഞ അവസ്ഥയില്ല. അവളുടെ അമ്മയ്ക്കും അത് തന്നെയായിരുന്നു അസുഖം. മോളെ പ്രസവിച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് അവള് ഞങ്ങളെയും വിട്ടുപോയി. അപ്പോ കൂടെയുള്ളത്? ഒരു പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തിയെടുക്കാൻ പ്രയാസാകുമല്ലോ എന്ന് കരുതിയ മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. അവളുടെ ആദ്യ ബന്ധത്തിലുള്ളതാ ആ മോൻ. ഓ, അത് ശരി. ജാതകപ്രകാരം എന്റെ മോൾക്കിനി അധികാലം ആയുസില്ല ചങ്ങാതി. അതുകൊണ്ടാവും അവൾക്ക് ഇങ്ങനൊരു മാറാരോഗം പിടിപെട്ടത്. അമ്മയെപ്പോലെ തന്നെ അവളും വലിയ ശിവഭക്തയാ. നന്നായി പാടും എന്റെ കുട്ടി. ഇവിടെ വരണമെന്നും മോളുടെ അരങ്ങേറ്റം അമ്മയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്നും ഒക്കെ മോളുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. അതൊന്നും സാധിച്ചു കൊടുക്കാൻ എന്റെ സാഹചര്യം അനുവദിച്ചില്ല. ഇപ്പൊ മൂകാംബി അമ്മയോട് അവളുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിക്കാനാ മോളെയും കൂട്ടി വന്നത്. ഇനി മൂകാംബിക ദേവി മാത്രമാണ് ശരണം. വിഷമിക്കേണ്ട തിരുമേനി. അമ്മയുടെ മുമ്പിൽ മനമുരുകി പ്രാർത്ഥിച്ചോളൂ. കൈവിടില്ലമ്മ. ഈ സാഹചര്യത്തിൽ 4 പേരും കൂടി ഹോട്ടലിൽ തങ്ങാമെന്ന് വെച്ചാൽ നല്ലൊരു തുകയാവും. ഒരു കാര്യം ചെയ്യാം. അകത്തൊരു മുറിയുണ്ട്. നിങ്ങൾക്കത് മതിയാവുമെങ്കിൽ അവിടെ താമസിക്കാം. മുൻപൊരു മലയാളി പയ്യൻ അവിടെ താമസിച്ചിരുന്നത്. അയാളിപ്പോ നാട്ടിൽ പോയിരിക്കുക. വലിയ ഉപകാരം. അത് പിന്നെ സൗകര്യങ്ങളൊക്കെ കുറവാ. അതൊന്നും പ്രശ്നമല്ല. വാടക എത്രയാ തരേണ്ടേ? വാടകയായിട്ടൊന്നും വേണ്ട. പോകുമ്പോ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് തന്നാ മതി. എന്റെ മോളാ കസ്തൂരി. ആ മോളെ ഇവര് നാട്ടിൽ നിന്ന് വന്നവരാ. ആ മോളെ ഇവർക്ക് 2 ദിവസത്തേക്ക് തങ്ങാൻ നമ്മുടെ സന്ധ്യ ഉപയോഗിച്ച മുറി ഒന്ന് കാണിച്ചു കൊടുക്കും. മുറി റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ശരി അച്ഛാ. എന്നാ തിരുമേനി ചെന്നോളൂ. മോള് മുറി കാണിച്ചു. വലിയ ഉപകാരം. ദേവി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ വന്നു. നമ്മുടെ മുറി ശരിയായിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണോ താമസിക്കുന്നത്? ഹോട്ടലില്ലേ? ഹോട്ടലിൽ താമസിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. സാധനം എടുത്ത് വേഗം വാ. മോള് വാ. ഇതാ മുറി. മുമ്പ് ഇവിടെ സന്ദീപ് എന്ന് പറഞ്ഞ ചേട്ടനാ താമസിച്ചോണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞു. ഈ കുടിച്ചു മുറിയിലാണോ ഞങ്ങൾ 4 പേരും താമസിക്കുന്നേ? ഒട്ടും കാറ്റുവട്ട ഇല്ലാത്ത മുറിയാണെന്ന് തോന്നുമല്ലോ. ഇവിടെ ഇത്ര സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഞങ്ങൾക്ക് ഈ സൗകര്യങ്ങൾക്ക് തന്നെ ധാരാളമാ. ഇതിനുള്ളിൽ ആവശ്യത്തിനുള്ള വെട്ടോ വെളിച്ചൊന്നും ഇല്ലല്ലോ. വെളിച്ചത്തിന് ലൈറ്റും കാറ്റിന് ഫാനും ഉണ്ട്. അല്ല, നിങ്ങൾക്കിത് പോരെങ്കിൽ വേറെ എവിടെങ്കിലും റൂം എടുത്ത് നിൽക്കുന്നതാ നല്ലത്. അയ്യോ മോളെ,
ഇവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സൗകര്യങ്ങൾ തന്നെ ധാരാളമാണ്. ഒന്നുമില്ലെങ്കിലും മറുനാട്ടിൽ വന്ന് ഭാഷ അറിയാതെ ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. രാവിലത്തേക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി കേട്ടോ. അതൊക്കെ പിന്നെ മതി. ആദ്യം ഒന്ന് കുളിക്കണം, എന്നിട്ട് മതി ആഹാരമൊക്കെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നേരെ ഇറങ്ങി വലത്തോട് ചെന്ന സൗപർണികയിലെത്താം. 1 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ. എനിക്ക് പിന്നെ കുളിച്ചിട്ട് വരാം. നിനക്ക് ഇത്രയ്ക്ക് വകതിരിവില്ലാതായി പോയല്ലോ. എങ്ങനെയെങ്കിലും താമസിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ഒത്തു കിട്ടിയപ്പോ അതിന് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നിൽക്കാ നീ. ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ്? ഇത്ര ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നതേ ഈ തുക്കുടാമുറിയിൽ അന്തി ഉറങ്ങാനാണോ? ഇതിൽ ഭേദം വല്ല കടത്തിണ്ടേൽ കീറപ്പാ വിരിച്ച് കിടക്കുന്നതായിരുന്നു. ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ പോയി മുറിയെടുക്കുന്നതിന് പകരം നല്ല ഹോട്ടലിൽ മുറിയെടുക്കണമെങ്കിൽ 1000 എണ്ണി കൊടുക്കണം. 2-3 ദിവസം തങ്ങണമെങ്കിൽ രൂപ എത്ര ആവുന്ന നിന്റെ വിചാരം? തിരിച്ചു വയ്യാത്ത ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ നടന്നു പോകേണ്ടി വരും. ഞാൻ കരുതി അച്ഛനാ തിരുമേനിയെ നേരത്തെ അറിയാന്ന്. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ആളൊരു സാധുവാണെന്ന് തോന്നി. പോരാത്തതിന് ആ മോൾക്ക് ഒരു മാറാ രോഗവും. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സഹായം ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ ആ സ്ത്രീയുടെ മട്ടും ഭാവം അങ്ങനെയൊന്നും അല്ലല്ലോ. വന്ന് കേറിയിടം മുതൽ കുറ്റം പറിച്ചില്ല. അവർ തിരുമേനിയുടെ 2ാം ഭാര്യയെ. അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. സന്തോഷമായ മോക്ക്. എന്നാ ഞങ്ങൾ പോയി കുളിച്ചു തൊഴുതു വരാം. ശരി, പോയിട്ടോ. പാവം കുട്ടി. ഇനി കുറെ ഉണ്ടോ അച്ഛാ സബർണികയിലേക്ക്? ഇല്ല മോളെ, കുറച്ചേ ഉള്ളൂ. നമ്മളിതാ എത്താറായി. ഘോര പറഞ്ഞ ശിവരൂപം അവരുടെ തോൾ സഞ്ചിയിലുണ്ടാവും. സഞ്ചി പിടിച്ചു വാങ്ങിയാലോ? അത് വേണ്ട, അനുനയത്തിൽ കൂടെ കൂടാം. അതാ നല്ലത്. അല്ല, അച്ഛനും മോളും കൂടി സൗവർണിക സ്നാനത്തിന് ഇറങ്ങിയതാണോ? അതെ, ഒന്ന് മുങ്ങി കുളിച്ച് വരാന്ന് കരുതി. അത് നന്നായി. കേൾക്കോളൂ, ഞാൻ പുഴയുടെ തീരത്തേക്കാം. വേണ്ട സുഹൃത്തെ, ഞങ്ങൾ നടന്നോളാം. കുറച്ചല്ലേ ഉള്ളൂ. അത് സാരമില്ല, കയറിക്കോളൂ. എന്തായാലും ഞാൻ അങ്ങോട്ടേക്കാണല്ലോ. കയറിക്കോളൂ, മടിക്കണ്ടെന്നേ. കയറിക്കോ. കാശൊന്നും തരണ്ട. അമ്മയെ കാണാൻ വരുന്ന ഭക്തർക്ക് ഇങ്ങനെ ചില ഉപകാരങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഒരു ശീലമാണ്. വലിയ ഉപകാരം. വാ മോളെ.